വില കുറഞ്ഞതും തരം താഴ്ന്നതുമായ പ്രതികരണങ്ങളാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷനെതിരെ കുളത്തൂപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് സുഭിലാഷ് കുമാർ നടത്തുന്നതെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഏരിയ പ്രസിഡന്റ് പി ലൈല ബീവി. ഡൽഹി പീഡനത്തിൽ പ്രതിഷേധിച്ച് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ശനിയാഴ്ച കുളത്തൂപ്പുഴയിൽ നടത്തിയ പ്രകടനത്തിനെതിരെ സി സുഭിലാഷ് കുമാർ മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിൽ ലജ്ജിക്കുന്നുവെന്ന് ലൈല ബീവി പറഞ്ഞു. മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഈ പരിപാടി സംഘടിപ്പിക്കുകയാണ് ഉണ്ടായത്. അതിനെതിരെ കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് സുഭിലാഷ് കുമാർ അവർകളും ആ പഞ്ചായത്തിലെ വൈസ് പ്രസിഡന്റ് ബെൻസി ആന്റണി, സിസിലി ജോബ്, വത്സല, റീന എന്നിവർ അടങ്ങുന്നവർ തെറ്റായ വാർത്തകൾ മാധ്യമങ്ങൾക്കും പത്രങ്ങൾക്കും നൽകുകയുണ്ടായി. CDS കുടുംബശ്രീ അംഗങ്ങൾ കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ 3-ാം തീയതി പ്രതിഷേധ റാലി നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളതാണ്. ആ റാലിക്ക് മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിലുള്ള അംഗങ്ങൾ ആരും തന്നെ എതിരല്ല. അത് ഇനി നടത്തിയാലും അതിൽ കൂടി ഞങ്ങളും ഉൾപ്പെട്ട് നടത്തുന്നതിന് ഞങ്ങൾക്ക് യാതൊരു തടസ്സവും. കുളത്തൂപ്പുഴയിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നതിന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഒരു പിൻബലം ആവശ്യമില്ല. മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയെ ഏറ്റെടുക്കേണ്ട ആവശ്യവും CPM-നോ CPM-ന്റെ പോഷക സംഘടനയായ ജനാധിപത്യ മഹിളാ അസോസിയേഷനോ ഇല്ല. സ്ത്രീകൾക്കെതിരെ നടക്കുന്ന അതിക്രമങ്ങൾക്കെതിരെയാണ് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രതിഷേധിച്ചത്. പ്രതിഷേധത്തിനെത്തിയ സ്ത്രീകളുടെ എണ്ണം ഭരണസമിതിയെ അമ്പരപ്പിച്ചതായും ഇതിലുണ്ടായ അസ്വാസ്ഥ്യമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പ്രകടിപ്പിച്ചതെന്നും പി ലൈല ബീവി ആരോപിച്ചു. ഞങ്ങൾക്ക് ലജ്ജ തോന്നുകയാണ് കുളത്തൂപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഈ സൈസ് വില കുറഞ്ഞ തരം താഴ്ന്ന വാർത്ത കൊടുത്തത്. ഈ പഞ്ചായത്ത് പ്രസിഡന്റും അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മഹിളാ നേതാക്കന്മാർക്കും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ കഴിഞ്ഞില്ല? അവരങ്ങനെ സംഘടിപ്പിച്ചിട്ട് ഞങ്ങൾക്കെതിരായി പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചിട്ട് ഞങ്ങൾക്കെതിരായി വാർത്ത കൊടുത്തിരുന്നെങ്കിൽ ഞങ്ങൾ സന്തോഷമുണ്ടായിരുന്നു. CDS റാലി നടത്തുന്നതിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ എതിരല്ലെന്നും CDS നടത്തുന്ന പ്രതിഷേധ സമരങ്ങളിൽ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ പ്രവർത്തകർ പങ്കെടുക്കുമെന്നും ലൈല ബീവി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ.